ഗൗരിയേച്ചി, എന്നാ പാല്. ആ എന്താ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. എന്താ, പേടിയാണോ? ചെറുതായിട്ട്. അഷ്, പേടിക്കാനും മാത്രം എൻ്റെ ഏട്ടൻ അത്ര ദുഷ്ടനൊന്നല്ല. ഓ അങ്ങനെയല്ലടാ, എന്തോ ആദ്യമായിട്ടല്ലേ ഇങ്ങനൊക്കെ. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ. ചേച്ചി ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി. ചേച്ചിയെ ആശ്രയിച്ചാണ് ശിവേട്ടൻ ജീവിക്കുന്നത്. നിങ്ങളിപ്പോ ഭാര്യ ഭർത്താവാണ്. മരണം വരെ പിരിയാതെ ഒന്നായി നിൽക്കണം, മനസ്സിലായോ? അല്ല ഗൗരിമോൾ ഇവിടെ നിൽക്ക. ഒരുത്തനെ പിടിച്ച് ഇപ്പോഴാണ് റൂമിലേക്ക് ആക്കിയേ. നിന്നെ ഇനി പിടിച്ചു കൊണ്ട് പോണോ? ചെല്ലങ്ങോട്ട്. ആ അമ്മ. ശിവാനി ശരിടാ. ആ ചേച്ചി. ശിവേട്ടാ. ആ ഗൗരി, വായിരിക്കേ. പാല് എനിക്ക് വേണ്ട, നീ കുടിച്ചോ. ശിവേട്ടന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. ഓ, ഞാൻ കുടിച്ചില്ലെന്നും പറഞ്ഞ് നീ കുടിക്കാണ്ടിരിക്കണ്ട. കുടിക്കേ. എന്താ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. ആ പിന്നെ തുടങ്ങിയാലോ? എന്ത്? അല്ല, സംസാരിച്ചു തുടങ്ങിയാലോന്ന്. ഹോ, അടിയേ മനവി, ഈ ആദ്യരാത്രി എന്ന് പറഞ്ഞ ശരീരം കൈമാറുന്നതല്ല, മറിച്ച് മനസ്സ് കൈമാറുന്നതാണ്. എന്ന് വെച്ചാ ഇനി തൊട്ട് നമ്മൾ രണ്ട് ശരീരവും ഒരു മനസ്സുള്ളവരായിരിക്കണം. അപ്പോ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കണം, കേട്ടോ? ആ ശിവേട്ടാ. അപ്പോ ആദ്യം തന്നെ ഗൗരി ചോദിച്ചോളൂ. എനിക്ക് ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. കേവലം എൻ്റെ ആ ഡയറി വായിച്ച് സഹതാപം തോന്നിയാണോ ശിവേട്ടൻ എന്നെ കല്യാണം കഴിച്ചത്? അല്ല. പിന്നെ? നീ എനിക്ക് എന്താണെന്നറിയോ? എൻ്റെ പ്രാണൻ. കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ വീട്ടിൽ വരാൻ ഒരുപാട് ഞാൻ വാശി പിടിക്കുമായിരുന്നു. കാരണം നിന്നെ കാണാൻ വേണ്ടി മാത്രം. നിന്നെ ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട്. നീ എന്നെ നോക്കുന്നതും ഇടം കണ്ടിട്ട് ഞാൻ കാണാറുമുണ്ട്. നീ നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്ന നിന്റെ കൊലുസുകളായിരുന്നു ആദ്യം എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. എന്നിട്ട് പിന്നെ എന്താ എന്നെ കാണാനോ സംസാരിക്കാനോ അടുത്ത് വരാതിരുന്നത്? നീ അന്ന് കുഞ്ഞല്ലേ. ഞാൻ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ നിനക്ക് പുതുമയുള്ളതാവാം. അപ്പോൾ ചിലപ്പോൾ നീ അതെല്ലാവരോടും പറഞ്ഞ് നടന്നെന്നും വരാം. അതുകൊണ്ടാ നീ വലിയ കുട്ടിയാവാൻ കാത്തിരുന്നത്. പക്ഷേ അപ്രത്യക്ഷമായ അച്ഛൻ്റെ മരണം അത് കുടുംബത്തെ മുഴുവനായി തകർത്തിരുന്നു. അതുകൊണ്ട് പിന്നെ പ്രണയത്തെ തന്നെ ഞാൻ മറന്നു. പക്ഷേ പിന്നെ നിന്നെ കണ്ടപ്പോഴും നീ എന്നെ ഇഷ്ടപ്പെടുന്നെന്ന് അറിഞ്ഞപ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എങ്കിലും ഇപ്പോൾ പേടിയാ, ഒരിക്കൽ എൻ്റെ പ്രാണനെ വിട്ട് എന്നേക്കുമായി പോകേണ്ടി വരുമല്ലോ എന്നോർത്ത്. അരുത് ശിവേട്ടാ, നിങ്ങൾക്കൊന്നും വരില്ല. നമ്മൾ ജീവിക്കും, ഉറപ്പ്. പിന്നെ ഗൗരി, അപ്പോ നീ എൻ്റെ എന്ത് കണ്ടിട്ടാ പ്രണയിച്ചേ? എൻ്റെ ഭംഗി മാത്രമാണോ? ആദ്യം അത് തന്നെയായിരുന്നു. പക്ഷേ കാലം നീങ്ങിയപ്പോൾ നിങ്ങളിലെ മനുഷ്യനെ ഞാൻ പ്രണയിച്ചു. അച്ഛൻ മരിച്ചത് ഒരു കൊള്ളക്കാരൻ്റെ കൈകൊണ്ടാണെന്ന് അറിഞ്ഞിട്ടും ആ ജോലി തന്നെ ഏറ്റെടുത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചത്. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻ്റെ ജീവിതം അർപ്പിച്ചുകൂടാ? പിന്നെ ആ പ്രണയത്തെ ഞാൻ ആസ്വദിച്ചു തുടങ്ങി. അതിന് വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. കൂടെയില്ലെങ്കിലും കൂടെയുണ്ടെന്നും ഇളം കാറ്റ് പോലെ എന്നെ തഴുകി നടക്കുന്നുണ്ടെന്നും തോന്നി തുടങ്ങി. കിടന്നാലോ? ആ കിടക്കാം. ശിവാനി, ആ അമ്മ, കുറച്ച് പാല് ബാക്കി വന്നിട്ടുണ്ട്. നീ ഇതാ ഭദ്രമോന് കൊണ്ടു കൊടുക്ക്. ആ അമ്മ. ബദ്രി. ഭദ്രേട്ടാന്ന് വിളിയടി. പിന്നെ നീട്ട് വിളിക്കാനൊന്നും എനിക്ക് വയ്യ. അപ്പോ കത്തിലെഴുതിയതോ? അത് പിന്നെ കത്തല്ലേ, പറയുന്നതല്ലല്ലോ. ഓ, അതും ശരിയാ. എന്തെങ്കിലും ആട്ടെ, എന്താ വിളിച്ചേ? ആ, ഇന്ന പാൽ. നമ്മുടെ ആദ്യരാത്രി. എന്താ? അല്ല, ചെക്കനും പെണ്ണിനും കൊടുക്കാതെ എനിക്ക് തന്നോണ്ട് ചോദിച്ചതാ. ഓ, ഇതൊന്നുമല്ല മനുഷ്യ, ബാക്കി വന്ന പാലാണ്. ഞാൻ അമ്മയും കുടിക്കില്ല, അതുകൊണ്ടാ നിങ്ങൾക്ക് തന്നെ. ഞാൻ അങ്ങോട്ട് സന്തോഷിച്ചു പോയി. അത്രയ്ക്ക് സന്തോഷിക്കണ്ട. അയ്യോ പോവല്ലേ. എന്താ? അല്ല, ഇവിടെ വരെ വന്നിട്ട് ഒന്നും തരാതെ പോവാണോ? എന്തെങ്കിലും തന്നാ എനിക്കത് ഓർത്ത് കിടന്നുറങ്ങായിരുന്നു. അയ്യടെ മനമേ, ആഗ്രഹിച്ചവിടെ നിൽക്കത്തേ ഉള്ളൂ. ഇതൊക്കെ കല്യാണത്തിന് ശേഷം മാത്രം. ഓ, അച്ചോടാ, എന്തു രസാ. ഇനി സ്വപ്നം കണ്ട് കിടന്നുറങ്ങട്ടോ.
എനിക്ക് വയ്യ. ഇതങ്ങോട്ട് രാവിലെ തന്നെ? അമ്പലത്തിലേക്ക് നിങ്ങളും കുളിച്ചു വാ, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനില്ല, നീ പോയിട്ട് വാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ശിവേട്ടാ. ഞാൻ മഹാദേവനോട് പറഞ്ഞതാ. എന്ത്? നിങ്ങൾ എൻ്റേതായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങളെയും കൊണ്ടുവന്ന് പ്രദക്ഷിണം വെപ്പിക്കാന്ന്. ഓ, അത് ഇത്രേ കൂടുതലല്ലേ ഗൗരി? അല്ല, വേഗം ചെന്ന് കുളിക്കേ. അമ്മേ, ഞങ്ങൾ ഇറങ്ങാട്ടോ. ആ മക്കളെ. മോളെ സ്ഥിരല്ലേ? ആ. അല്ല. അല്ല തിരുമേനി, ഇപ്രാവശ്യം ശിവൻ തിരുവാതിര മാത്രമല്ല, ഗൗരിയും മകരിയും കൂടി വേണം. ഓ ആയിക്കോട്ടെ. അപ്പോ ഇതായിരുന്നു അല്ലേ ശിവൻ? നിങ്ങൾക്ക് രണ്ടുപേർക്കും ശിവപാർവതിമാരുടെ നാളാ എന്ന് വെച്ചാ ജീവിതകാലം മുഴുവനും ഐശ്വര്യവും സ്നേഹവും സന്തോഷവും മാത്രം. എല്ലാ അനുഗ്രഹവും രണ്ടുപേർക്കും ഉണ്ടാട്ടെ. തിരുമേനി പറഞ്ഞത് കേട്ടല്ലോ. വാ, പ്രദക്ഷിണം വെക്കാം. അയ്യോ വേണ്ട. നീയല്ലേ പറഞ്ഞേ? അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. ആഹാ കൂറുമ്പി. ഇതെങ്ങോട്ടാ ശിവേട്ടി പോകുന്നേ? ഇതല്ലല്ലോ വീടിന്റെ വഴി. അല്ല, ഇതെന്റെ അമ്മയുടെ വീടാണെങ്കിലും ഇവിടെ ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾക്ക് മാത്രം അറിയുന്ന സ്ഥലമുണ്ട്. അവിടേക്കാ ഇപ്പൊ നമ്മൾ പോകുന്നത്. നിനക്കത് ഇഷ്ടാവും. ആഹാ, ദാ ഇതാണ് സ്ഥലം. അമ്മേ. എന്ത് രസാലേ കാണാൻ. നല്ല രസമാ. എന്താ ശിവേട്ടാ? നല്ല രസം. ഹാ, അല്ല, ഇവിടെ നല്ല രസാണ്. അതെ. ഭദ്രചേട്ടൻ ശരിക്കും പട്ടാളക്കാരൻ തന്നെയാണോ? എന്താടാ അങ്ങനൊരു ചോദ്യം? അല്ല, ഉന്ന നോക്കി ഒരു മാങ്ങ എറിയാൻ കൂടി അറിയില്ല. വീടിന്റെ ഓട് പൊട്ടിയത് മിച്ചം. ഓഹോ, എടാ ഞാൻ അവിടെ മാങ്ങ കല്ലെറിയലല്ല പഠിക്കുന്നേ, തോക്ക് കൊണ്ട് വെടിവെക്കാനാ. ഒരു തോക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആ മാങ്ങക്കൊല അങ്ങനെ തന്നെ താഴിട്ടേനെ. എന്താ ഇവിടെ? ഹായ് സീതേച്ചി, ശിവാനിടാ. എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ആ സുഖം ചേച്ചി. അപ്പൊ ചേട്ടാ, ഞങ്ങൾ മാങ്ങ പൊട്ടിക്കുന്നതാ. പക്ഷേ ഈ ഭദ്രൻ ചേട്ടന് അതൊന്ന നോക്കി അറിയാൻ അറിയില്ലെന്നേ. ഇടക്കിച്ചുകൂട്ടാ, ഇവന്മാർക്ക് കുറെ ഭംഗി മാത്രമേ ഉള്ളൂ, നമ്മുടെ പോലെ കഴിവൊന്നുമില്ല. അങ്ങോട്ട് മാറി നിൽക്കടാ. എക്സ്പേർട്ട് ആയവർ എറിഞ്ഞാൽ എല്ലാ മാട്ടപടലും വീഴും. നോക്കിക്കോ, വേണമെങ്കിൽ കണ്ടും പഠിച്ചോ.
ആദ്യം തന്നെ ഒറ്റ കണ്ണടച്ച് ആ മാങ്ങി തന്നെ ഉന്നം വെക്കണം. എന്നിട്ട് ഒരു കൈ മറ്റേ കൈ ചെവിക്ക് പിറകിൽ കൊണ്ടുപോയി ഒറ്റെറിയൽ. അമ്മേ എന്റെ നാട്ടു, അയ്യോ ഓടിക്കോടെ എല്ലാരും. ഇതാണോടെ എക്സ്പേർട്ട്. ആ ചേച്ചിയുടെ നാട്ടു ഒടിഞ്ഞു കാണും. ഒരു അബദ്ധം ആർക്കായാലും പറ്റും. അതെ അതെ. അല്ല, നിങ്ങളെന്താടാ ഇവിടെ പുറത്ത് നിൽക്കണേ? വീട്ടിൽ വാടാ. എടാ ശിവ, നിന്റെ പഴയ കൂട്ടുകാരനൊരു മാങ്ങരുത. ഇവിടത്തെ വേലക്കാരി ജാനി ചേച്ചിയുടെ പുറത്തേക്കാടാ കല്ല് വീണത്. പുള്ളിക്കാരൻ നടു ഒടിഞ്ഞു എന്നാ തോന്നണേ. പഴയ കൂട്ടുകാരൻ പോടാ അവിടെന്ന്. ഇഫ് ഐ ആം ഓൾഡ്, ഓൾഡ് ഈസ് ഗോൾഡാ. ഓ തടങ്ങി രണ്ടും. എന്നിട്ട് എന്താണ് ഉണ്ടായേ? അറിയില്ല, നല്ല ഇര കൊണ്ടത്. ഭാഗ്യമുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഇനി നന്നായി പണിയെടുക്കാം. ഏയ് അങ്ങനൊന്നുമില്ല, ഓക്കെ ആവും. എന്തെങ്കിലും ആവട്ടെ, അവർക്കെന്തെങ്കിലും പറ്റിയ ചെലവില്ലാതെ നീ തന്നെ ചികിത്സിച്ചാ മതി. ഓ ആയിക്കോട്ടെ. അല്ല, സീതയുണ്ടല്ലോ. നീയും സീത എന്താ ഇവിടെ? അത് ചുമ്മാ പുതുപ്പെണ്ണിനെയും പയ്യനെയും കാണാൻ വന്നതാ. ആഹാ, എന്നാ വാ, കയറി വാ ചെയ്തു. അപ്പുവേട്ടാ വാ. വരുന്നു. எம் தமிழ் வாழ்க வாழ்க வீரா சோழம் வாழ்க நற்றமிழ் வாழ்க வாழ்க நல்லோர் தேசம் வாழ்க. எம் தமிழ் வாழ்க வாழ்க வீரா சோழம் வாழ்க நற்றமிழ் வாழ்க வாழ்க நல்லோர் தேசம் வாழ்க. வீரா விரலியர் காலம் பாட கணிகையில் நடனமாட பாவையர் குலவை போட பரிதேச நடமாட அலைமேல் கதிரை போல விளங்கிடும் அருமதேவ படையணி பெருமை சாற்ற புலமகள் தமிழும் தீர கடல் மேல் புயலை போல கழுகள் விரைந்து பாய கண்ணலை சீராட்டத்தின் புலம் ஏகும் வீர. ഗൗരി, ആ ശിവേട്ടാ. ഇപ്പം ഈ ഓരോ പെൺകുട്ടികൾക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ പെങ്ങൾക്കുണ്ടായിരുന്ന ഒരാഗ്രഹം, അത് ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിനക്കുണ്ടാവില്ല ആഗ്രഹം, സാധിക്കാൻ പറ്റാത്ത ഒരാഗ്രഹം. അതെന്നോട് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സാധിച്ചു തരാം. അയ്യോ, എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല. അത് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് കള്ളാവും. സത്യം പറ. ചിരിക്കരുത്. ഏയ് ഇല്ല, നീ പറ. അത് എനിക്ക് ഈ പൊക്കമുള്ള ചെരുപ്പില്ലേ, എന്ത് ഹീൽ ചെരുപ്പാ? ആ, അതിടാൻ ഭയങ്കര ഇഷ്ടാ. ഇത്ര ചെറിയ ആഗ്രഹം നിനക്ക്? പക്ഷെ അതിന് നല്ല പൈസയല്ലേ? അതൊന്നും സാരില്ല, ഞാൻ വാങ്ങിച്ചു തരാലോ. വാങ്ങിച്ചു തരോ? തരാന്ന്. എന്നാ കിടന്നുറങ്ങിയേക്ക്. നമുക്ക് നാളെ ചെരുപ്പ് വാങ്ങിക്കാൻ പോവാം. ശരി ശിവേട്ടാ. നല്ല ക്ഷീണം. ഞാനെന്നാ പോയി കിടക്കട്ടെ. ആ ശിവേട്ടാ, നിങ്ങൾ കിടന്നുറങ്ങിക്കോ. അപ്പോഴേക്കും ഞാൻ ആ ഡ്രസ്സൊന്ന് തയ്ച്ചത് വാങ്ങിച്ചിട്ട് വന്ന് കുളിച്ചിട്ട് കിടക്കാം. ആ ശരി. நேற்று அவள் இருந்தாள், அவளோடு நானும் இருந்தேன். நேற்று அவள் இருந்தாள், அவளோடு நானும் இருந்தேன். ஆகாயத்தில் 100 நிலாக்களும் அங்கங்கே நீலப்புறாக்களும் பறந்தன. காற்றெல்லாம் அவள் தேன் குரலாயிருந்தது, மணலெல்லாம் அவள் பூடலாய் மலர்ந்தது.
அவனோடு நானும் இருந்தேன். நேற்று அவன் இருந்தான். அவனோடு நானும் இருந்தேன். ஆகாயத்தில் நூறுநிலக்களும் அங்கங்கே நீலப்புறாக்களும் பறந்தன. அலையெல்லாம் நீ எங்கே எங்கே என்றது. கரை வந்து அலையங்கே இங்கே நின்றது. ശിവൻകുട്ടി പോയിട്ട് വേഗം വരണേടാ. ആ മുത്തശ്ശി. മക്കളെ എല്ലാം എടുത്തില്ലേ? ആമ്മ ആമ്മ. അല്ല ഗൗരി എന്തേ? അവള് മുറിയിൽ കാണും. ഞാൻ ഇപ്പൊ വരാം. ഗൗരി. അയ്യേ, കരഞ്ഞോണ്ടിരിക്ക. എന്നെ സന്തോഷത്തോടു കൂടി പറഞ്ഞുവിടേണ്ട ആളാണോ ഇങ്ങനെ ഇരിക്കുന്നത്? അറിയില്ല ശിവേട്ട, സ്നേഹിച്ച് കൊതി തീരും മുന്നേ മടങ്ങി പോവല്ലേ. ഞാൻ വരും പെണ്ണെ, ഉറപ്പായും ഉടനെ തന്നെ ഞാൻ വരും. കാത്തിരിക്കില്ലേ നീ? ഈ നീണ്ട 10 വർഷം കാത്തിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിൽ ഇനിയും ഞാൻ കാത്തിരിക്കും. അത് കേട്ടാ മതി. പിന്നെ കത്തെഴുതണം കേട്ടോ. എഴുതിയിരിക്കും. ശിവേട്ടൻ എഴുതണം, മറക്കാണ്ട് ദിവസവും എഴുതണം. എഴുതും. പിന്നെ ദിവസം എഴുതുന്ന കത്ത് 3-4 ദിവസം കഴിഞ്ഞ് ഇവിടെ എത്തൂ. അതുകൊണ്ട് പേടിക്കരുത്. ശരി ശിവേട്ട. ഇനി എന്റെ പെണ്ണ് നല്ല കുട്ടിയായി എന്നെ പറഞ്ഞയച്ചേ. നീയും കരയാണ് ശിവാനി. എന്തോ പറ്റണില്ല. ഞാൻ വരുണ്ടി. അടുത്ത പ്രാവശ്യം ഉന്ന നോക്കി മാങ്ങെറിയാൻ ഞാൻ വരും. പോ മനുഷ്യ അവിടുന്ന്. അപ്പോ എല്ലാവരോടും പോവാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, മുത്തശ്ശിയുടെ അമ്മയോടും കൂടി ഞങ്ങള് മടങ്ങി വരുമ്പോ ശിവാനിയുടെയും ഭദ്രയുടെയും വിവാഹം നടത്തണം. അവർക്ക് തമ്മിൽ ഇഷ്ടമാണമ്മേ. 3 വർഷമായി. ഇപ്പോഴാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. അമ്മ വേണ്ടത് മാത്രം പറയരുത്. നീ എടുത്ത ഒരു തീരുമാനവും ഇതുവരെ തെറ്റിയിട്ടില്ല ശിവ. തിരിച്ചു വരുമ്പോ എന്റെ ഭദ്രമോൻ ശിവാനിയുടെ മാത്രമാവും. അമ്മ, നിങ്ങളാണ് അമ്മ. മതിയുടെ മരുമോനെ, ട്രെയിൻ വരുപ്പോ ചെല്ല്. സൂക്ഷിച്ചു പോ. ആളിയാ, ടേക്ക് കെയർ. ശിവ, പോയിട്ട് വാടാ. ആടാ പോ. हाँ शिवा, बद्री, लॉन्ग टाइम नो सी. आपका जीवन कैसे चल रहा है? अच्छा साहब, अच्छा सर. Then get into the work, boys. ഓക്കെ സാബ്. അല്ല, നീ എന്തീ എഴുതുന്നേ? അല്ല, ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് ഗൗരിക്ക് ഒരു കത്തെഴുതുന്നതാ. ഓ മൈ ഗോഡ്. അമ്മ കത്തെഴുതുമ്പോ പിശുക്കെഴുതിയ മുതലാണിപ്പോ. ആവേശം നോക്കിക്കേ. പോടാ. ആയിക്കോട്ടെ, എഴുത്. शिवा, आपके पास एक पत्र है. ഹാ, മുജേ ദേൻ. ഗൗരി മോളെ കത്ത്. തേര് കൃഷ്ണേട്ടാ. ഗൗരി, ഇന്നിവിടെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. സ്ഥിരം സംഭവം തന്നെ. പിന്നെ ഇന്നും ഞാൻ നിന്നെ മിസ് ചെയ്തു. എത്രയും പെട്ടെന്ന് വരാൻ പറ്റുന്നോ നോക്കട്ടെ. ശിവേട്ട, ഞാനിവിടെ സന്തോഷവതിയാണ്. നിങ്ങളില്ല എന്ന കുറവ് മാത്രമേ ഉള്ളൂ. ഭക്ഷണം സമയത്ത് കഴിക്കണം, ആരോഗ്യം നോക്കണം. ഗൗരി, ഇന്നിവിടെ ഞാനൊരു കുടുംബത്തെ കണ്ടു. ഒരച്ഛൻ, അമ്മ, 3 മക്കള്. നമുക്കും വേണം ഇതുപോലെ 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. ഒരു പെൺകുട്ടിയാവുമ്പോൾ അവൾക്ക് കാവലായി 2 ചേട്ടന്മാരുണ്ടാവില്ലേ? ശിവേട്ട, ഇന്നിവിടെ ശിവരാത്രി മഹോത്സവമാണ്. നിങ്ങൾക്കൊപ്പം പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് പോവാം. ഗൗരി, ഇന്നിവിടെ നല്ല മഞ്ഞുവീഴ്ചയായിരുന്നു.
നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എന്തോ ഇന്ന് ആദ്യമായി നീ എൻ്റെ അരികിലുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. നിന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. പിന്നെ ശിവേട്ടാ, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിച്ച് ഒരു മുല്ലപ്പൂ മാല ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കൊതിയാകുകയാണ്. ഗൗരി, ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് എനിക്ക് ലീവ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു. അതേ ശിവേട്ടാ, നിങ്ങളെ വല്ലാതങ്ങ് കാണാൻ തോന്നുമ്പോൾ നിങ്ങളുടെ ഷർട്ട് എടുത്ത് ഞാൻ ഇടാറുണ്ട്. അതിന് മുഴുവൻ നിങ്ങളുടെ മണമാണ്. ശിവ, നീ അറിഞ്ഞോ നമ്മുടെ ടീമിനെ അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. എന്തെത്ര പെട്ടെന്ന്? ടെററിസ്റ്റ് വരുന്നുണ്ടെന്ന് ഒരു ഇൻഫോർമേഷൻ. ഫേക്ക് ആണെന്ന് അറിയില്ല, പക്ഷെ എന്തോ എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി സെക്യൂരിറ്റി കൊടുക്കാൻ പറഞ്ഞു. ഓ ശരി, എത്ര ദിവസമാണ്? ഒരു 1 month. ഓക്കേടാ. ബദ്രി, നീ കേട്ടല്ലോ അല്ലേ? അവളുടെ കത്ത് ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിച്ചു വെച്ചേക്ക്. ആ ശിവ, ഞാൻ കത്ത് എഴുതട്ടെ. ഗൗരി മോളെ, ഞാനിപ്പോൾ ഒരു ജോലിയിലാണ്. ഇപ്പോൾ ഞങ്ങളുള്ള സ്ഥലത്ത് നിന്ന് മാറിപ്പോവാ. ബദ്രി എൻ്റെ ഒപ്പം ഉണ്ടാവില്ല, എങ്കിലും കത്ത് ഞാൻ മുടങ്ങാതെ അയക്കും. നിന്റെ കത്ത് അവൻ എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എടാ ബദ്രി, ആ ശിവയുടെ ടീം പോയ സ്ഥലമില്ലേ? ആ ഗ്രാമല്ലേ? ആ, അവിടെ കുറച്ചു മുന്നേ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായി. ബോംബ് പൊട്ടി. എന്താണ് നീ പറയുന്നത്? ആടാ, കുറെ പേര് മരണപ്പെട്ടു. ആരെയും ജീവനോടെ കിട്ടിയില്ല. പിന്നെ ശിവ ആൻഡ് ടീം. ശിവ, പറയടാ. അവരെ ആരെയും കാണാനില്ല. ബദ്രി, ദേ ശിവയ്ക്കൊരു കത്ത്. പെണ്ണിന് നല്ല ഛർദി ഉണ്ടല്ലോ. വയറ്റിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ മോളെ. എനിക്ക് അതെ അമ്മ. എന്നാൽ നീ അവളെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വാ, ഒന്ന് ഉറപ്പ് വരുത്താൻ. ആ ശരി അമ്മ. ഗൗരി മോളെ. ആ അമ്മ, നമുക്ക് ആശുപത്രി വരെ ഒന്ന് പോണം. എന്ത് പറ്റിയമ്മ? നീ ഒരുങ്ങി വാ പെണ്ണെ. ആ അമ്മ. ആ അമ്മ, ഗൗരി എന്താണ് ഇവിടെ? അപ്പോ ഇവളൊന്ന് സ്കാൻ ചെയ്യണം. ആഹാ, ആ അമ്മ, വാ ഗൗരി. ആ. വിശ്വാസം തെറ്റിയില്ല ഗൗരി. ശിവന്റെ ഒരു ചെറിയ ഭാഗം നിന്റെ വയറ്റിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആ അമ്മയായിന്ന്. ഈശ്വര, എൻ്റെ ശിവൻ അച്ഛനായി. പക്ഷേ ശിവൻ എവിടെ?